കാസർഗോഡിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും മെഡി ട്രാക്കിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് മെഡി ട്രാക്ക് ഡിസ്കസ് ചെയ്യുന്ന വിഷയം കുട്ടികളിലെ എല്ല് സംബന്ധമായ രോഗങ്ങളെക്കുറിച്ചാണ്. ഇതിൻ്റെ കാരണങ്ങൾ, ഇതിൻ്റെ ഏറ്റവും നൂതനമായ ചികിത്സാ രീതികൾ, ഈ വിഷയമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് കാസർഗോഡ് വിഷൻ്റെ പ്രേക്ഷകരോട് സംസാരിക്കുന്ന കണ്ണൂർ ആസ്റ്റർ മിംസിലെ ഓർത്തോപെഡിക് സർജൻ ഡോക്ടർ മുഹമ്മദ് ഹർഷാദാണ്. സർ, വെൽക്കം. താങ്ക് യു. ഡോക്ടർ, നമ്മുടെ ഇപ്പോൾ ഇൻട്രോയിൽ സൂചിപ്പിച്ചതുപോലെ കുട്ടികളിൽ കാണുന്ന എല്ല് സംബന്ധമായ രോഗങ്ങൾ, രോഗത്തിൻ്റെ കാരണങ്ങൾ, പ്രത്യേകിച്ച് രക്ഷിതാക്കൾക്ക് വളരെ അധികം സംശയങ്ങളും ഒപ്പം തന്നെ ആശയങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു വിഭാഗമാണ്. ആക്ച്വലി ഡോക്ടർ, ഈ ഓർത്തോപെഡിക് ഡിപ്പാർട്ട്മെൻറ്റ് അതിൻ്റെ പ്രാധാന്യം എന്താണ്? ഈ പീഡിയാട്രിക് ഓർത്തോപെഡിക്സ് എന്ന് പറഞ്ഞാൽ ഓർത്തോപെഡിക് വിഭാഗത്തിൻ്റെ അകത്ത് തന്നെ കുട്ടികളുടെ എല്ല് സംബന്ധമായ രോഗങ്ങൾ, വൈകല്യങ്ങൾ, അതുമായി സംബന്ധമായ കാര്യങ്ങൾ ചികിത്സിക്കുന്ന ഒരു വിഭാഗമാണ് പീഡിയാട്രിക് ഓർത്തോപെഡിക്സ് എന്ന് പറയുന്നത്. ആക്ച്വലി ഓർത്തോപെഡിക്സ് എന്ന വാക്കിൽ തന്നെ ഒരു പീഡിയാട്രിക്സ് ഉണ്ട്, ഓർത്തോപെഡിക്സ് ഉണ്ട്. അത് കുട്ടികളിൽ ഓർത്തോപെഡിക്സ് എന്ന ഇത് തന്നെ കുട്ടികളിൽ ഉണ്ടാകുന്ന വൈകല്യങ്ങൾ, പിന്നെ അതിൻ്റെ രോഗങ്ങളൊക്കെ ചികിത്സിക്കാൻ വേണ്ടി തന്നെയാണ് ആദ്യമേ നമ്മുടെ ഈ ഓർത്തോപെഡിക്സിൻ്റെ എംബ്ലം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അതിലൊരു കുഞ്ഞ് മരത്തിനെ പിടിച്ച് കെട്ടിയിരിക്കുന്ന ഒരു വടി വെച്ച് കെട്ടിയിരിക്കുന്ന ഒരു ചിത്രമാണ് ഓർത്തോപെഡിക്സിന് എംബ്ലമായിട്ട് നമ്മൾ ലോഗോയായിട്ട് എല്ലാവരും കാണുന്നത്. അത് കുട്ടികളുടെ കാലിൻ്റെയും കൈയിൻ്റെയും വൈകല്യങ്ങൾ ചികിത്സിക്കാൻ അതിന് പ്രാധാന്യം പണ്ടേ ഉണ്ടായിരുന്നു. നമ്മുടെ കുട്ടികളുടെ എല്ലെന്ന് പറയുമ്പോൾ മുതിർന്നവരുടെ എല്ലിനെ അപേക്ഷിച്ച് വളരെ വ്യത്യാസമുള്ളതാണ്. ഒരിക്കലും കുട്ടികൾ ഒരു മിനിയേച്ചർ അഡൽട്ട് അല്ല. മസ്കുലോസ്കെലിറ്റൽ സിസ്റ്റത്തിനെ വെച്ച് നോക്കുമ്പോൾ, അതായത് പിന്നെ എല്ലുകളുടെ വളർച്ചയെക്കുറിച്ച് നോക്കുമ്പോൾ ഒരിക്കലും ഒരു മിനിയേച്ചർ അഡൽട്ട് അല്ല കുട്ടികൾ. കുട്ടികളുടെ എല്ലുകൾ മുതിർന്നവരുടെ എല്ലുകളെ അപേക്ഷിച്ച് വളരെ വ്യത്യസ്തമാണ്. അതിൻ്റെ വ്യത്യാസം എന്തെന്ന് വെച്ചാൽ അത് വളർന്നുകൊണ്ടിരിക്കുന്ന എല്ലാണ് വളർന്നുകൊണ്ടിരിക്കുന്ന അവയവമാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ വ്യത്യാസം. അതിൻ്റെ ഘടനാപരമായി നല്ല വ്യത്യാസങ്ങളുണ്ട്. അത് വളർന്നു കഴിഞ്ഞ സ്കെലിറ്റലി മെച്യൂറായ അഡൽട്ടിനെ അപേക്ഷിച്ച് അതിൻ്റെ അഗ്രഭാഗങ്ങൾ വളരുകയും അതിൻ്റെ കവറിങ്ങിൽ വ്യത്യാസം വരികയും അതിന് നല്ല വാസ്കുലാർ സപ്ലൈ, നല്ല രക്തോട്ടം കൂടുതലുള്ളതുമാണ്. അപ്പോൾ ഇതൊക്കെ തന്നെ കുട്ടികളുടെ രോഗങ്ങളിലും അതിൻ്റെ ചികിത്സയിലും വളരെ പ്രാധാന്യവും വളരെ സവിശേഷമായ ശ്രദ്ധയും അതിന് വേണ്ടതുണ്ട്. അതുകൊണ്ടാണ് പീഡിയാട്രിക് ഓർത്തോപെഡിക്സ് അത്രയും ഇമ്പോർട്ടൻ്റ് പ്രാധാന്യം വരുന്നത്. ഡോക്ടർ, നമുക്ക് ഇപ്പോൾ ഡോക്ടർ സൂചിപ്പിച്ച പോലെ ആസ് എ ഓർത്തോപെഡിക് സർജൻ നമുക്കൊരു കുട്ടികളിൽ ഉണ്ടാകുന്ന വൈകല്യങ്ങളൊക്കെ വളരെ പെട്ടെന്നല്ല ഡോക്ടേഴ്സ് നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ആസ് എ പാരന്റ്, ഐദർ മദർ ഓർ ഫാദർ, ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജനിച്ചതിന് ശേഷം ഒരു കുട്ടിക്കുണ്ടാകുന്ന ജനനത്തിലൂടെ അല്ലെങ്കിൽ ആ സമയത്ത് തന്നെ പ്രത്യേകിച്ചിട്ട് എല്ലുകളിലോ അല്ലെങ്കിൽ ശരീരത്തെ ആ ഭാഗത്ത് കാണുന്ന ഏതെങ്കിലും തരത്തിലുള്ള വൈകല്യങ്ങൾ, അത് വൈകല്യമാണോ എന്ന് പോലും തിരിച്ചറിയാൻ അല്പം ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഉണ്ടാകും. ഇതെങ്ങനെയാണ് ഒരു കോമൺ സാധാരണ രക്ഷിതാവിന് ഇതെങ്ങനെ തിരിച്ചറിയാൻ പറ്റും? കുട്ടികളിലെ വൈകല്യങ്ങൾ, രണ്ട് തരം വൈകല്യങ്ങളുണ്ട്. ഒന്ന് ജന്മനാ വൈകല്യത്തോടുകൂടി ജനിക്കുന്ന കുട്ടികളുണ്ട്. ജനിച്ചു കഴിഞ്ഞതിന് ശേഷം വളർച്ചയിലെ താരതമ്യം ആ തോത് വ്യത്യാസം വരുന്നതിനനുസരിച്ച് വരുന്ന വൈകല്യങ്ങളുണ്ട്. ഒന്ന് കൺജനിറ്റൽ എന്ന് പറയും ജന്മന, മറ്റത് ഡെവലപ്മെന്റൽ, കുഞ്ഞ് വളരുന്നതിനനുസരിച്ച് വരുന്ന വ്യതിയാനങ്ങളായ വൈകല്യങ്ങൾ. അത് മാത്രമല്ല, മനസ്സിലാക്കേണ്ട മുഖ്യമായ കാരണം ഈ കാണപ്പെടുന്ന പുറമേ കാണുന്ന അല്ലെങ്കിൽ അച്ഛനമ്മമാർക്ക് സംശയം തോന്നുന്ന പല വൈകല്യങ്ങളും ശരിക്കും വൈകല്യങ്ങളല്ല. അത് നോർമൽ വേരിയേഷൻസ് ആണ്. നമ്മൾ സാധാരണ വളർച്ചയിൽ വരുന്ന, നമ്മൾ സാധാരണ കണക്കാക്കുന്ന ഒരു +or-2 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാം. അത് പെർഫെക്റ്റ് മിഡ് ലൈനിൽ തന്നെ നിൽക്കണമെന്നില്ല. ആ വേരിയേഷൻസിനാണ് നമ്മൾ വൈകല്യം എന്ന് ചിലപ്പോൾ തെറ്റിദ്ധരിച്ചേക്കാം. പക്ഷെ അതിൻ്റെ അകത്ത് വേറൊരു ഇമ്പോർട്ടൻസ് ഉള്ള, വേറൊരു പ്രാധാന്യമുള്ളതെന്ന് പറഞ്ഞാൽ, അങ്ങനെ നമ്മൾ വ്യതിയാനം എന്ന് വിചാരിച്ചു വെക്കുന്ന ചില വൈകല്യങ്ങൾ നമ്മൾ നേരത്തെ കണ്ടുപിടിക്കുകയും അതിനുള്ള ചികിത്സ കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ അത് വൈകല്യങ്ങളായി തന്നെ മാറിയേക്കാം. അപ്പൊ ആ ഒരു വ്യത്യാസം കണ്ടുപിടിക്കാനാണ് മുഖ്യമായിട്ട് ഒരു പീഡിയാട്രിക് ഓർത്തോപെഡിക് സർജന്റെ സഹായം വേണ്ടി വരിക. ഓക്കെ, സാധാരണഗതിയിൽ ഇപ്പം ഡോക്ടർ വൈകല്യത്തെ കുറിച്ച് പറയും, സാധാരണഗതിയിൽ ഈ വൈകല്യങ്ങൾ എപ്പോൾ പ്രത്യക്ഷപ്പെടാം? അതാ ഞാൻ പറഞ്ഞു ആദ്യം, കൺജനിറ്റൽ എന്ന് പറയുന്നത് നമുക്ക് ഗർഭാവസ്ഥയിൽ തന്നെ പലതും നമുക്ക് കണ്ടുപിടിക്കാം. ഗർഭാവസ്ഥയിലുള്ള സ്കാനിങ്ങിലൂടെ കണ്ടെത്താൻ കഴിയും പല വൈകല്യങ്ങളും. അതായത് നമ്മളെ മോസ്റ്റ് കോമൺ, നമ്മൾ സാധാരണ കാണുന്ന കാലിന്റെ പാദത്തിന്റെ വൈകല്യം, ക്ലബ് ഫൂട്ട്, CTV എന്ന് നമ്മൾ മെഡിക്കൽ ടേമിൽ പറയുന്നത്, ഈ സ്കാനിങ്ങിൽ തന്നെ, ഗർഭാവസ്ഥയിലെ സ്കാനിങ്ങിൽ തന്നെ മനസ്സിലാവും. അത് നമ്മൾ മാതാവിനോട് ആദ്യമേ പറയും, അവർ അതിനു വേണ്ടി കൗൺസിൽ ചെയ്യുകയും ചെയ്യും. ഇങ്ങനെ ഒരു വിഷയമുണ്ട്, പക്ഷെ അത് നമ്മൾ പൂർണ്ണമായിട്ട് ചികിത്സിച്ച് നോർമലാക്കി ഭേദപ്പെടുത്താൻ കഴിയുന്നതാണ്. പേടിക്കേണ്ടതില്ല. മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരും കോൺഫിഡൻ്റ് ആയിരിക്കും. അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഈ ഗർഭാവസ്ഥയിൽ കണ്ടില്ലെങ്കിൽ പെട്ടെന്ന് ജനിച്ചു കഴിയുമ്പോൾ കാലിന് വളവ് കാണുമ്പോൾ പലപ്പോഴും ഒരു ബുദ്ധിമുട്ട് വരാറില്ല. അപ്പൊ അങ്ങനെയുള്ള വൈകല്യങ്ങൾ നമുക്ക് മുന്നേ കാണാൻ പറ്റും. പക്ഷെ പല വൈകല്യങ്ങളും പക്ഷേ സ്കാനിൽ കാണാൻ പറ്റാത്ത വൈകല്യങ്ങളുണ്ട്. ഇനി ജനിച്ചു കഴിഞ്ഞ് നോർമലായി കാണുന്ന ഒരു കുട്ടി
ജനിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ സമയത്ത് വൈകല്യങ്ങൾ പ്രത്യക്ഷപ്പെടാറുണ്ട്. അതിന് ഉദാഹരണമാണ് ഈ മുട്ടിൻ്റെ വളവ്. മുട്ട് രണ്ടും പുറത്തേക്ക് വളയുക, ബോയിങ്ങും, അല്ലെങ്കിൽ ഉള്ളിലേക്ക് വളയുക. അതുപോലെ തന്നെ DDH പോലുള്ള കുഞ്ഞ് നടന്നു തുടങ്ങുമ്പോൾ ചിലപ്പം കാണുന്ന ഈ മുടന്ത് പോലുള്ള അങ്ങനെയുള്ള അസുഖങ്ങൾ പിന്നെ ഡെവലപ്പ് ചെയ്യുന്നത്. അത് ഗർഭാവസ്ഥയിൽ അറിയാൻ പറ്റില്ല, പിന്നെ അറിയാൻ പറ്റും. ഓക്കെ, ഡോക്ടർ ഇപ്പോൾ ഡോക്ടർ സൂചിപ്പിച്ച നമ്മൾ ജനിച്ചതിന് ശേഷം ഗ്രാജുവലായിട്ട് കാണുന്ന ചില വൈകല്യങ്ങളുണ്ടല്ലോ, അങ്ങനെ കണ്ടെത്തി കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ മുട്ടിൻ്റെ വളവ് അങ്ങനെ കണ്ടെത്തി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് ഡയഗ്നോസ് ചെയ്ത് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ അത് പിന്നീട് എങ്ങനെയാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഏത് രീതിയിലാണ്? അതാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു വൈകല്യമായി എന്ന് സംശയിക്കുന്ന ഒരു ഇതുമായിട്ടൊരു മാതാവ്, ഒരു പാരന്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അത് വൈകല്യമാണോ അല്ലേ എന്ന് അസസ് ചെയ്യും. അത് ക്ലിനിക്കൽ എക്സാമിനേഷൻ, നമ്മളത് പരിശോധിച്ചും പിന്നെ അനുബന്ധമായ രക്തപരിശോധനകളും അതിന് വേണ്ടിയിട്ടുള്ള പിന്നെ സ്കാനിങ്ങോ എക്സ്റേയോ അതുപോലുള്ള പരിശോധനകളൊക്കെ ചെയ്ത് അത് എന്താണെന്ന് ആദ്യം കണ്ടുപിടിക്കും. എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് അതിനനുസരിച്ചാണ് ചികിത്സ വരുന്നത്. ചിലതിന് മരുന്ന് മതിയാവും, ചിലതിന് റീഅഷ്വറൻസ് മാത്രം മതിയാവും, ചിലതിന് നമ്മൾ ഓർത്തോട്ടിക്സ് അഥവാ ഷൂസ് പോലുള്ള സാധനങ്ങൾ വേണ്ടി വരും, ചിലത് വിരളമായിട്ട് സർജറിയും വേണ്ടി വരും. അപ്പൊ അത് എന്താണ് അസുഖം എന്നുള്ളത് അനുസരിച്ചിരിക്കും അതിന്റെ ചികിത്സ നമ്മൾ നിശ്ചയിക്കുന്നത്. ഡോക്ടർ ഇപ്പൊ സാധാരണ നിരീക്ഷിക്കുന്ന സമയത്ത് ഈ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങൾ കോമൺ ആയിട്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൂടുതൽ കണ്ടെത്തുന്ന കുട്ടികളിൽ പ്രത്യേകിച്ച് ഇപ്പോൾ കണ്ടെത്തുന്ന വൈകല്യം ഏതാണ്? അതിൽ ആദ്യത്തെ ഞാൻ പറയാം, ജന്മനുള്ള വൈകല്യങ്ങൾ ഇപ്പോൾ മോസ്റ്റ് കോമൺ കാണുന്നത് CTV എന്ന് പറയുന്ന ക്ലബ് ഫുട്ട് തന്നെയാണ് വളരെ. അപ്പോൾ അതിന് നമ്മൾ എങ്ങനെയാന്ന് വെച്ചാൽ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ് ആദ്യത്തെ ഒരു 2-3 ആഴ്ച കഴിയുമ്പോൾ തന്നെ അതിന്റെ ചികിത്സ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അതിനുള്ള ചികിത്സ പഴയ കാലങ്ങളിൽ വളരെ ബുദ്ധിമുട്ടുള്ള ചികിത്സയിലായിരുന്നു. ഓപ്പറേഷൻ ചെയ്യുക, പുറമേ നിന്ന് കമ്പിയിട്ട് ശരിയാക്കുക, അങ്ങനെയുള്ളതായിരുന്നു. ഇപ്പോൾ നമ്മുടെ നൂതന ചികിത്സ അനുസരിച്ച് നമുക്ക് അതിന്റെ ശരിക്കുള്ള പത്തോഫിസിയോളജി മനസ്സിലായതനുസരിച്ച് പ്ലാസ്റ്റർ ചികിത്സ വഴി ഒരു 5-6 തവണ പ്ലാസ്റ്റർ ഇട്ട് കാലിന്റെ നോർമൽ ഷേപ്പിലേക്ക് ആക്കിയതിനു ശേഷം പിന്നെ വേണ്ടി വന്നാൽ ചെറിയൊരു ടീനോട്ടമി എന്ന് പറയുന്ന സർജറിയും കൂടെ ചെയ്തിട്ട് ഷൂസ് ഇട്ട് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ശരിയാവുന്ന. 1 വയസ്സിന് നമ്മുടെ ഉദ്ദേശം കുഞ്ഞ് നടന്നു തുടങ്ങുമ്പോഴത്തേക്കും കാല് പൂർണ്ണമായിട്ടും നോർമൽ ആയിട്ടുണ്ടാവണം. ആ രീതിയിലേക്ക് അതിനെ നമ്മൾ ശരിയാക്കി എടുക്കും. അപ്പോൾ ഏത് ഏജ് മുതൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ ഡോക്ടർ ഇപ്പോൾ പറഞ്ഞ പോലെ അങ്ങനെ ഒരു ട്രീറ്റ്മെന്റിലേക്ക് പോകുന്നത് ഏത് ഏജ് മുതലാണ്? അതാണ് ഞാൻ പറഞ്ഞത്, കുഞ്ഞിന്റെ 2ാമത്തെ 3ാമത്തെ ആഴ്ച, ഇത് ജനിക്കുമ്പോൾ തന്നെ കാണുമല്ലോ കുഞ്ഞിന്റെ വളം. അപ്പൊ തന്നെ ആദ്യ 2ാമത്തെ ആഴ്ചയിൽ തന്നെ ഈ ട്രീറ്റ്മെന്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ആഴ്ചയ്ക്ക് പ്ലാസ്റ്റർ ഇട്ട് ശരിയാക്കുന്ന ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യും. അത് ജനിക്കുമ്പോൾ കാണുന്നത്. ഇനി ജനിച്ച് കഴിഞ്ഞ് വരുമ്പോൾ ഉണ്ടാവുന്നതാണ് ഇപ്പൊ പലപ്പോഴും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഒക്കെ ഇപ്പോൾ കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾ കുഞ്ഞുങ്ങളിൽ ആദ്യത്തെ 1 വയസ്സ് വരെ വൈറ്റമിൻ ഡി എല്ലാ കുട്ടികൾക്കും ഇപ്പം നിർബന്ധമായി നമ്മൾ കൊടുക്കുന്നു, 400 ഇന്റർനാഷണൽ യൂണിറ്റ് എന്ന് വെച്ചിട്ട്. പക്ഷെ എന്നാൽ കൂടി ഈ പറഞ്ഞ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി പലപ്പോഴും കാണാറുണ്ട്. അത് നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് കിട്ടാത്തത് കൊണ്ടോ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടാത്തത് കൊണ്ടോ ആവാം. വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മുടെ സൺലൈറ്റ് ശരീരത്തിൽ അടിച്ചിട്ടും ഭക്ഷണത്തിൽ കൂടെയാണ്. അപ്പോൾ അതിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട് അത് ന്യൂട്രീഷണൽ റിക്കറ്റ്സ് എന്നാണ് അതിന് പറയുക. ഭക്ഷണത്തിൽ കൂടെയുള്ള കാൽഷ്യം വൈറ്റമിൻ ഡെഫിഷ്യൻസി കൊണ്ടുവരുന്ന റിക്കറ്റ്സ്, അതിലാണ് ഈ പറഞ്ഞ പിന്നെ താങ്കൾ ഉദ്ദേശിച്ചതുപോലെയുള്ള പിന്നെ കാണുന്ന ഈ മുട്ടിൻ്റെ വളവ് കാണാറുള്ളത്. ആ റിക്കറ്റ് അത് കുഞ്ഞ് വളരുന്നതിനനുസരിച്ച് നടന്നു തുടങ്ങിയതിന് ശേഷമാണ് കാണുക. അപ്പോൾ അത് ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ച് അപ്പം മാതാപിതാക്കൾ വരുമ്പോൾ നമ്മളത് നോക്കുമ്പോൾ അസസ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ബ്ലഡ് രക്തപരിശോധനകളും എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാവും ഇത് ന്യൂട്രീഷണൽ ആണോ അതല്ല ഈ വേറെ കാരണങ്ങളുണ്ട്. അപ്പം അതാണെങ്കിൽ ന്യൂട്രീഷൻ ആണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള മരുന്നും അതിനുള്ള സപ്ലിമെന്റ്സും കൊടുത്താൽ മതി. ചില കുട്ടികൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള ബെൽറ്റ് പോലത്തെ സാധനങ്ങൾ വേണ്ടി വരും. ചില എക്സ്റേയിൽ നമുക്ക് അതല്ലാതെ മനസ്സിലാവുന്നതിന് സർജറി വേണ്ടി വരും. ഓക്കെ, ഡോക്ടർ നമ്മൾ ഇത് എത്രത്തോളം ഈ നമ്മൾ അതായത് ഇൻഹെറൻ്റ് ആയിട്ട് ഇപ്പം ചില ഫാമിലിയിൽ ചില വൈകല്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. ഫോർ എക്സാമ്പിൾ മുൻപൊക്കെ അത് പിന്നെ ഇപ്പോൾ ഈ ക്ലബ് ഫുട്ട് ആയാലും അല്ലെങ്കിൽ ഇപ്പം മുട്ടിൻ്റെ വെണ്ട അത് ഒരാൾ ഫാദറിനോ അല്ലെങ്കിൽ മദറിനോ ഉണ്ടെങ്കിൽ അത് ചിലപ്പം കുട്ടിയിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ടോ? അങ്ങനെയുണ്ട്. വൈകല്യങ്ങൾ പലതും ഫെമിലിയലായിട്ട് വരാറുണ്ട്. ഇപ്പം ഈ പറഞ്ഞ ഞാൻ ലാസ്റ്റ് പറഞ്ഞ റിക്കറ്റ്സ് പോലും ഫെമിലിയൽ ഹൈപ്പോഫോസ്ഫേറ്റീമിക് റിക്കറ്റ്സ് എന്ന് പറഞ്ഞിട്ട് വരാറുണ്ട്. എക്സ്ലിങ്ക്ഡ് റിക്കറ്റ്സ് ഉണ്ട്. അത് ഇങ്ങനെ പകർന്നു വരുന്ന സാധനങ്ങൾ. അതല്ലാതെയും വരാറുണ്ട്. അതുപോലെ ഈ ക്ലബ് ഫുട്ടും ഫെമിലിയലായിട്ട് അതിന് അസോസിയേഷൻസ് ഉണ്ട്, DDHന് അസോസിയേഷൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പലതിനും അസോസിയേഷൻസ് ഉണ്ട്. പക്ഷെ അതെല്ലാം വിരളമാണ്, പലതും വിരളമാണ്. അപ്പം അച്ഛനും അമ്മയ്ക്കും ഉണ്ടായെന്ന് പറഞ്ഞിട്ട് അത് മക്കൾക്ക് വരണമെന്ന് നിർബന്ധമില്ല. പക്ഷെ അങ്ങനെ നിർബന്ധമായും കാണുന്ന പല അസുഖങ്ങളും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് നമ്മൾ നേരത്തെ അതിന് നമ്മൾ ആദ്യം തന്നെ കുട്ടിയെ കാണുമ്പോൾ അവരോട് നമ്മൾ ഹിസ്റ്ററി എടുക്കും. ഇതെങ്ങനെയാണ് നിങ്ങൾ ഫാമിലി ഹിസ്റ്ററിയിൽ എന്തെങ്കിലും ഉണ്ടോ, നിങ്ങൾ തമ്മിൽ കോൺസാങ്ഗ്വിനസ് മാരേജ് ആണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ അതിന്റെ ബാക്കി ടെസ്റ്റുകളും കാര്യങ്ങളും നോക്കും. ചില കുട്ടികൾ നമ്മൾ ഡോക്ടർ നമ്മൾ ഈ കാലിന്റെ ലെങ്ത്തിൽ ചില ഡിഫറൻസ് ഉണ്ടാകാറുണ്ട്, പല കേസസും ഉണ്ടാകാറുണ്ട്. അങ്ങനെ അതെന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? അതോടൊപ്പം തന്നെ അത് ഏത് തരത്തിലുള്ള ട്രീറ്റ്മെന്റ് ആണ് നൽകുന്നത്?
ലെങ്ത് ഡിഫറൻസ് എന്ന് പറഞ്ഞൊരു വലിയ ചോദ്യമാണത്. പിന്നെ നമ്മൾ ഒരു കാര്യം ഞാൻ പറയട്ടെ, നമ്മൾ സാധാരണ മനുഷ്യന് പോലും 1-2 സെന്റിമീറ്റർ 2 കാലും വ്യത്യാസമുണ്ട്. എൻ്റെ നിങ്ങളുടെ നടന്നാൽ പോലും ആ വ്യത്യാസം ചിലപ്പോൾ കാണാം അല്ലേ, കാണാൻ പറ്റും. പക്ഷെ അതിലും കൂടുതലുള്ള വ്യത്യാസത്തിനെയാണ് നമ്മൾ ചികിത്സിക്കേണ്ടി വരിക. അപ്പൊ അതിന്റെ കാരണം നമ്മൾ ആദ്യം നടക്കുന്ന കുട്ടികൾ, നടന്നു തുടങ്ങിയ കുട്ടികൾ, അതെ അതെ, ഷോർട്ട് ലിം ഗേറ്റ് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കുട്ടി നടന്ന് നമ്മളെ റൂമിലേക്ക് കയറി വരുമ്പോൾ തന്നെ നടക്കുന്ന കുട്ടിയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും അതിൽ നീള വ്യത്യാസം ഉണ്ടെന്ന്. അത് പല കാരണങ്ങൾ കൊണ്ട് വരാം. ഈ ജന്മന വരുന്ന ചില കേസസ് ഉണ്ട്. ഇപ്പോൾ സ്യൂഡോ ആർത്രോസിസ് ടിബിയ, ഫിബുല ടിബിയ, ഹെമീമിലിയ എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ മെഡിക്കൽ ടേംസ് ആണ്. പക്ഷെ നമ്മൾ സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ വളരേണ്ട എല്ലുകൾ അതിന് ആനുപാതികമായി വളരാതിരിക്കുക. അത് പിന്നെ ചില കേസിൽ ഇപ്പം ജനിക്കുമ്പോൾ തന്നെ കൺജനിറ്റൽ ഷോർട്ട് ഫീമർ എന്ന് പറഞ്ഞിട്ട് നമ്മളെ തുടയെല്ല് പകുതി ഭാഗം ഇല്ലാതിരിക്കുക, അതിൻ്റെ അഗ്രഭാഗം ഇല്ലാതിരിക്കുക. അതൊക്കെ ജനിക്കുമ്പോൾ തന്നെ, കുഞ്ഞ് നടക്കുന്നവരെയൊന്നും വെയിറ്റ് ചെയ്യണ്ട, ജനിക്കുമ്പോൾ തന്നെ കാല് നീളക്കുറവുണ്ടാവും. പക്ഷെ മറ്റ് ഇപ്പോൾ ഹെമീമിലിയൊക്കെ ആണെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റൂ. നേരത്തെ നമുക്കത് നമ്മളെ ഡോക്ടറിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ അത് എക്സാമിനേഷൻ, പക്ഷേ മാതാപിതാക്കൾക്ക് അത് ചിലപ്പോൾ കുഞ്ഞ് നടന്നു തുടങ്ങുമ്പോഴേ വ്യക്തമായിട്ട് വരുള്ളൂ. അങ്ങനെയുള്ളത് അത് എന്താണ്, അതിൻ്റെ എവിടെയാണ് അതിൻ്റെ പ്രശ്നം എന്ന് കണ്ടുപിടിച്ചിട്ട് അതിനുള്ള ചികിത്സകളാണ് ഇതെല്ലാം. മിക്കവാറും നമുക്ക് നീളക്കുറവിന് ഇപ്പം നല്ല ചികിത്സകളുണ്ട്. നീളം പിന്നെ കൂട്ടാനും നീളം കൂട്ടി നോർമൽ കാലിൻ്റെ അത്ര എത്തിക്കാനുള്ള ഡിസ്ട്രാക്ഷൻ, ഓസ്റ്റിയോജെനസിസ് പോലുള്ള ചികിത്സകൾ ഇപ്പം ലഭ്യമാണ്. അതിനനുസരിച്ച് നമുക്ക് നീളം കൂട്ടി കൊണ്ടുവരാം, നോർമൽ സൈസിലേക്ക് കൊണ്ടുവരാം. ചില കേസുകളിൽ ബോൺ അവിടെ ഇല്ലാതെ ജനിക്കുന്ന, ഇതെല്ലാം ഗർഭാവസ്ഥയിൽ തന്നെ വികസിച്ച് വരേണ്ട കാര്യങ്ങളുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഇല്ലാതിരിക്കുന്ന കാര്യങ്ങളിൽ നീളക്കുറവ് വന്നു കഴിഞ്ഞാൽ നമ്മൾ മറ്റേ കാലിലെ നീളം ഇതിനനുസരിച്ച് ഓസ്റ്റിയോട്ടോമി ചെയ്തിട്ട് അതിനെ ഒപ്പത്തിൽ വെച്ചിട്ട് അതും അങ്ങനെയും ചെയ്യേണ്ടി വരാറുണ്ട്. അങ്ങനെ ചെയ്യാനുള്ള സംവിധാനങ്ങളും ഉണ്ട്. നമുക്ക് ഈ ട്രീറ്റ്മെന്റ് ഉണ്ടല്ലോ, ഇപ്പം ഞാൻ ഈ ഡോക്ടർ സൂചിപ്പിച്ച ട്രീറ്റ്മെന്റ് അതൊരു ലോങ് പ്രോസസ്സാണ്. നമ്മൾ ചിലപ്പോൾ കാണാറുണ്ട്. കാരണം ഒരു മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സിൽ ആ ട്രീറ്റ്മെന്റ് പോകുന്നത് ഇതൊരു കോംപ്ലിക്കേറ്റഡ് പ്രൊസീജിയറാണ്. കോംപ്ലിക്കേറ്റഡ് പ്രൊസീജിയർ എന്ന് പറയുന്നതിനെക്കാട്ടിയും കുറച്ച് ക്ഷമ വേണ്ടി വരുന്ന പ്രൊസീജിയർ എന്ന് പറയുന്നതായിരിക്കും ശരി. കാരണം കുറച്ച് നാൾ അത് തുടർ ചികിത്സ ആവശ്യമാണ്, കുറച്ച് നാൾ നിലനിൽക്കേണ്ടി വരും. ഇത് നീളം കൂട്ടുക എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും കുറേശ്ശെ നീളം കൂട്ടിക്കൊണ്ടുവരുന്നത്. അപ്പോൾ അതിൻ്റെ നമ്മൾ റിങ്ങും കാര്യങ്ങളും അല്ലെങ്കിൽ ഡിസ്ട്രാക്ഷൻ്റെ റോഡൊക്കെ ഇട്ടിട്ട് ചെയ്യുന്ന, ഇപ്പം പുറമേന്ന് റിങ് ഇട്ടിട്ട് ചെയ്യുന്നത് കൊണ്ട് ഉള്ളിൽ കൂടി നമുക്കിപ്പം ടെലിസ്കോപ്പിക് റോഡ്സ് എന്ന് പറയുന്ന പുതിയ സംവിധാനങ്ങൾ അവൈലബിൾ ആണ്. കുട്ടികളുടെ കാലിൻ്റെ കുട്ടികളുടെ എല്ല് വളർന്നുകൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ എല്ല് വളരുന്നതിനനുസരിച്ച് റോഡിൻ്റെ നീളം കൂടുന്ന ടൈപ്പ് റോഡ്സും ഇപ്പോൾ ഉള്ളിലിടുന്ന കമ്പികൾ അവൈലബിൾ ആണ്. അപ്പോൾ അത് വെച്ചിട്ട് പതുക്കെ ക്രമേണ അത് നീളം കൂട്ടിക്കൊണ്ടുവരുന്ന കുറച്ച് സമയമെടുക്കുന്ന ചികിത്സയാണ് അതെല്ലാം. ഈ ചികിത്സാ സംവിധാനങ്ങളൊക്കെ ഇപ്പോൾ ആസ്റ്റർ മിംസിൽ ലഭ്യമാണോ? എല്ലാ ചികിത്സയും നമുക്ക് ഇവിടെ ആസ്റ്റർ മിംസിൽ ഇപ്പോൾ ലഭ്യമാണ്. അതെല്ലാം നമ്മളിവിടെ പല ഘട്ടങ്ങളിലായിട്ട് ചെയ്യുന്നുമുണ്ട്. സി ഡോക്ടർ, ഇപ്പം നമ്മൾ കാലിനെ കുറിച്ച് കുട്ടികൾ ജനിച്ച ശേഷവും ഗ്രാജുവലായിട്ടുണ്ടാകുന്ന വികാസങ്ങളില്ലാത്ത കുറേ കാര്യങ്ങൾ ഡോക്ടർ സൂചിപ്പിച്ചു. ചിലപ്പോൾ സാധാരണ കയ്യിൽ കാണുന്ന അല്ലെങ്കിൽ ജനിച്ച ശേഷമോ അല്ലെങ്കിൽ ഗ്രാജുവൽ ഗ്രോത്തിൽ ഉണ്ടാകുന്ന വൈകല്യങ്ങൾ ഏതൊക്കെയാണ് ഡോക്ടർ കണ്ടെത്തുന്നത്? കൈയിൻ്റെത് മുഖ്യമായിട്ട് പറയേണ്ടത്, നമ്മൾ സാധാരണ കാണുന്ന കുഞ്ഞ് ജനിച്ച ഉടനെ ഒരു കൈ അനങ്ങുന്നില്ല എന്ന് വരുന്നൊരു ഇതുണ്ട്. അതായത് കുഞ്ഞ് ഡിഫിക്കൽട്ട് ലേബർ എന്തെങ്കിലും കാരണം കൊണ്ട്, ഇപ്പം കുഞ്ഞിൻ്റെ വെയിറ്റ് കൂടുതലോ, നോർമൽ ഡെലിവറി വരുന്ന സമയത്ത് ഡെലിവറി കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് വരുന്ന കുട്ടികൾ അവരുടെ കൈയിൻ്റെ ഞരമ്പുകൾ വലിഞ്ഞിട്ട് കൈക്ക് അനക്കക്കുറവ് വരുന്ന ഒബ്സ്ട്രക്റ്റീവ് ബ്രാക്കിൽ പ്ലെക്സ് പാൾസി എന്നാണ് പറയുക, എബ്സ് പാൾസി എന്നും പറയും. അപ്പോൾ അത് കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ ഉണ്ടാകുന്ന കൈയിൻ്റെ ഞരമ്പുകൾക്കുണ്ടാകുന്ന ക്ഷതം അല്ലെങ്കിൽ വലിച്ചിൽ കാരണം വരുന്നതാണ്. അപ്പോൾ കുഞ്ഞിൻ്റെ കൈ അനക്കക്കുറവായിരിക്കും. അത് നോക്കുമ്പോൾ തന്നെ ജനിച്ച ഉടനെ തന്നെ നോക്കുന്ന കുഞ്ഞിൻ്റെ അമ്മയോ അമ്മൂമ്മയോ അപ്പം തന്നെ കണ്ടുപിടിക്കും. എന്നിട്ട് പറയും എൻ്റെ കുഞ്ഞിൻ്റെ കൈ അനങ്ങുന്നില്ല, അല്ലെങ്കിൽ ഡോക്ടർ തന്നെ പറയും ഇത് ഡിഫിക്കൽട്ട് ലേബർ ആയിരുന്നു, അപ്പോൾ ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ നമ്മളത് കണ്ടു കഴിഞ്ഞാൽ ഇതാണ് ഈ ഒരു പിന്നെ ഞരമ്പിൻ്റെ ക്ഷതം കൊണ്ട് വരുന്നതാണ്. സാധാരണഗതിയിൽ അപ്പോൾ കുഞ്ഞ് കൈ തീരെ അനക്കത്തേ ഇല്ല, കുഞ്ഞ് കൈ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ടുണ്ടാവും, അനക്കം തീരെ ഉണ്ടാവില്ല. പക്ഷേ അതിൻ്റെ അകത്തൊരു നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ 80% ഈ ന്യൂറോപ്രാക്സിയാണ് ഉണ്ടാവുക. ന്യൂറോപ്രാക്സി എന്ന് പറഞ്ഞാൽ ഒരു വലിച്ചിലും ഉണ്ടാകുന്ന ക്ഷതം. അതല്ല ആക്സോട്ടോണമിസിസ്, ന്യൂറോട്ടോമിസിസ് എന്ന് പറഞ്ഞിട്ട് 2 തരമുണ്ട്. അത് സാധാരണ അങ്ങനെ കാണാറില്ല, കുറവാണ്. ഈ ന്യൂറോപ്രാക്സി എന്ന് പറയുന്നത് 80% 3 മാസം കൊണ്ട് റിക്കവർ ആവും. 90% 1 വയസ്സ് കൊണ്ട് റിക്കവർ ആവും. 10% മാത്രമേ റിക്കവർ ആവാതുള്ളൂ. അതും ഫുള്ളി റിക്കവേർഡ് ആവാതിരിക്കില്ല, പാർഷ്യൽ റിക്കവറി എന്തായിരുന്നാലും ഉണ്ടാവും.
ആ 10% നമുക്ക് പലപ്പോഴും സർജറിയോ അതല്ലെങ്കിൽ മറ്റേ ടെൻഡൻ ട്രാൻസ്ഫർ പോലെയോ നോ ട്രാൻസ്ഫർ പോലെയുള്ള സർജറീസ് ചെയ്യേണ്ടി വരിക. അതാണ് ഈ കൈയുടെ ജന്മനുള്ള അനക്കത്തിന്റെ കുറവിനെ കുറിച്ചുള്ള പറയാനുള്ളത്. ഓക്കെ, ഡോക്ടർ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചൊരു വിഷയം തന്നെ, ഇപ്പം നടക്കുന്ന സമയത്ത് നമ്മുടെ കാൽമുട്ടുകൾ തമ്മിൽ മുട്ടുന്ന ഒരു അവസ്ഥ ഉണ്ടാകാറുണ്ടല്ലോ. അങ്ങനെയുള്ള കേസ് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് നമ്മൾ വളരെ വളരെ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന അത്തരത്തിലുള്ള വൈകല്യത്തിനുള്ള ചികിത്സകൾ എന്തൊക്കെയാണ്? നോക്നീസ് എന്നാണ് ഇപ്പോൾ ഈ പറഞ്ഞ സാധനം, കാലുകൾ തമ്മിൽ മുട്ടിയിട്ട് നടക്കാൻ പറ്റാണ്ടാവുക. അതിന്റെ നേരെ ഓപ്പോസിറ്റും കാണാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ റിക്കറ്റ്സിൽ കാണുന്നത് ബോനീസ് ആണ്. അപ്പൊ ഈ നോക്നീസും ബോനീസും കുട്ടികളുടെ വളർച്ചയിൽ ഉണ്ടാവുന്ന വ്യതിയാനങ്ങളാണ്. സാധാരണഗതിയിൽ കുഞ്ഞ് ജനിച്ച് 1 വയസ്സിലൊക്കെ ബോനീസ് തന്നെ ഉണ്ടാകും. അത് നോർമലാണ്, കുറച്ച് പുറത്തോട്ട് വളഞ്ഞിട്ട് തന്നെ ഉണ്ടാവും. 1 മുതൽ 4 വയസ്സ് വരെ ആ ബോ അങ്ങനെ തന്നെ കുറേശ്ശെ ഉണ്ടാവും, അത് കുറഞ്ഞു വരും. 4 വയസ്സാവുമ്പോൾ അത് ഏറെക്കുറെ സ്ട്രെയിറ്റ് ആവും. 4 വയസ്സിന് ശേഷം 7 വയസ്സ് വരെ പിന്നെ അത് പുറത്തോട്ട്, അതായത് മുട്ടുകൾ കുറച്ച് അടുത്തിട്ട് ഉള്ള അവസ്ഥയിൽ. നമ്മൾ നോർമൽ അഡൽട്ട് 7 വയസ്സിന് ശേഷം നോർമൽ അഡൽട്ട് സ്ട്രെയിറ്റ് കാലല്ല, കുറച്ച് മുട്ടുകൾ അടുത്തിട്ടുള്ളതാണ്. അതാണ് നോർമൽ അലൈൻമെന്റ്. ആ രീതിയിലേക്ക് വരും. അതായത് 1 മുതൽ 4 വയസ്സ് വരെ ബോനീസും 4 മുതൽ 7 വയസ്സ് വരെ ഈ സ്ട്രെയിറ്റിൽ നിന്നും ജെന്യു വാൽഗം അഥവാ നോക്നീസിലേക്കും പോകുന്നത്. അതാണ് നോർമൽ. ഇത് നോർമൽ തന്നെയാണ്. ഇതിൽ എന്തെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ +or-2 സ്റ്റാൻഡേർഡ് വ്യതിയാനങ്ങൾ വരുമ്പോഴാണ് അത് നോക്നീസ് ആവുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ വളവ് നേരത്തെ ഈ അവസ്ഥയിൽ തന്നെ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമ്മുടെ കുഞ്ഞ് വളരുന്നതിനനുസരിച്ച് തന്നെ അതിനെ ചികിത്സിച്ച് ഭേദമാക്കാനുള്ള നൂതനമായ ചികിത്സാ രീതികളുണ്ട്. അപ്പോൾ നമ്മളത് എല്ല് വളർച്ച പൂർത്തിയായതിനു ശേഷം, സ്കെലിറ്റൽ മെച്യൂരിറ്റിക്ക് ശേഷമാണ് ഇത് കണ്ടുപിടിക്കുകയോ അല്ലെങ്കിൽ അറിയുകയോ അല്ലെങ്കിൽ ചികിത്സയ്ക്ക് എത്തുകയോ ചെയ്യുകയാണെങ്കിൽ നമുക്കത് ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ല് കട്ട് ചെയ്തിട്ട് അത് നേരെയാക്കണം, ഓസ്റ്റിയോട്ടമി ചെയ്തിട്ട് കമ്പിയിട്ട് നേരെയാക്കണം. പക്ഷെ അതിന് മുമ്പ് തന്നെ എല്ല് വളരുന്ന അവസ്ഥയിൽ തന്നെ നമുക്കത് ശരിയാക്കാൻ ഉള്ള മാർഗങ്ങൾ ഇപ്പോൾ ഉണ്ട്. ആ സമയത്ത് അത്രയും വലിയ ഓപ്പറേഷൻ, എല്ല് കട്ട് ചെയ്തിട്ടുള്ള ഓപ്പറേഷൻ ഒന്നും ആവശ്യമില്ല. ഗ്രോത്ത് മോഡുലേഷൻ എന്ന് പറഞ്ഞിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ, ക്ലിപ്പ് അടിക്കുന്ന പോലത്തെ ഒരു പ്ലേറ്റും സ്ക്രൂവും വെച്ചിട്ട് ചെയ്യാൻ പറ്റിയ, ഡേ കെയർ പ്രൊസീജിയർ ആയിട്ട് ചെയ്യാൻ പറ്റിയ സംവിധാനങ്ങൾ. ഓക്കെ ഡോക്ടർ, ഈ ഗ്രോത്ത് മോഡുലേഷൻ ഇപ്പോൾ ചെയ്യുന്ന സമയത്ത് അത് ഏത് വളർച്ചയുടെ ഏത് സ്റ്റേജിൽ, ഏത് ഏജിൽ അങ്ങനെയൊക്കെ ഉണ്ട് ഒരു ഘട്ടത്തിൽ? അതാണ് ഞാൻ പറഞ്ഞത്. ഒരു സാധാരണഗതിയിൽ ആൺകുട്ടികളുടെ സ്കെലിറ്റൽ മെച്യൂരിറ്റി ഏകദേശം 16 വയസ്സ്, പെൺകുട്ടികൾക്ക് 14 വയസ്സ് സ്കെലിറ്റൽ മെച്യൂരിറ്റി. ഈ മെച്യൂരിറ്റി എത്തുന്നതിനും നമുക്കൊരു 2 കൊല്ലം മുമ്പെങ്കിലും ഇത് ചെയ്യാന്നുണ്ടെങ്കിൽ ആ വളർച്ച ബാക്കി 2 കൊല്ലം ഉണ്ട്. നമുക്കൊരു 10-11 വയസ്സിലെങ്കിലും ഇതിനെ നമുക്ക് ഇന്റർവ്യൂൻ ചെയ്യാൻ കഴിഞ്ഞാൽ ആ ബാക്കിയുള്ള 2-3 കൊല്ലത്തിന്റെ വളർച്ചയിൽ കൊണ്ട് തന്നെ നമുക്ക് ഇതിനെ ശരിയാക്കി എടുക്കാം. വലിയ വളർച്ച പൂർത്തിയായി കഴിഞ്ഞാൽ അത് നടക്കില്ല. ഡോക്ടർ, നമ്മളിപ്പോൾ ജനറലായിട്ട് ഇപ്പം പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ജനറേഷൻ നമുക്ക് അറിയാം, ചിലപ്പം ആൺകുട്ടികൾ തന്നെ ലെങ്ത്, അതായത് നമ്മളിപ്പം ഒരു SSLC 8-9 ക്ലാസ്സിലൊക്കെയുള്ള കുട്ടികളെ നീളം കൂടുതലും ഇപ്പം നമ്മൾ സ്കൂളിലൊക്കെ നിങ്ങൾ നിരീക്ഷിച്ച് കഴിഞ്ഞാൽ കൂടുതൽ സ്ലിമ്മാണ്, അവർ ഹൈറ്റ് കൂടുതലായിട്ടും കാണുന്നുണ്ട്. ചില അങ്ങനെയുള്ള കുട്ടികൾ ചിലപ്പം പലപ്പോഴും നടക്കുന്ന ആ സ്ട്രെയിറ്റ് ആയിട്ടല്ലാതെ നടക്കുന്ന ഒരു അവസ്ഥയുണ്ടാകുന്നത്. അത് ഒരു പെർട്ടിക്കുലർ, അത് എന്തുകൊണ്ടായിരിക്കും ഈ പുതിയ ചില നിരീക്ഷണങ്ങളിൽ അത് കാണുന്നുണ്ട്, എന്തുകൊണ്ടായിരിക്കും അത്? നീളത്തിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഞാൻ ആദ്യം ഒരു കാര്യം പറയാം. നീളം സാധാരണ നമ്മൾ ഒരു കുഞ്ഞിന് 4 വയസ്സാകുമ്പോൾ അവന്റെ അഡൽട്ട് നീളത്തിന്റെ പകുതി ഏകദേശം എത്തുമെന്നാണ് കണക്ക്. കുഞ്ഞിന് 2 വയസ്സാകുമ്പോൾ അവന്റെ കാൽപാദത്തിന്റെ അഡൽട്ട് സൈസിന്റെ പകുതി എത്തും എന്നാണ് സയൻസ് കണക്ക്. അത് വെച്ചിട്ട് നമുക്ക് അനുമാനിക്കാം ഇവൻ എത്ര പൊക്കം വലുതാവുമ്പോൾ സ്കെലിറ്റൽ മെച്യൂരിറ്റി വരുമ്പം വരാം, ഇവന്റെ കാലിന് എത്ര നീളം വരാം. ഇത് ഒന്ന് ശ്രദ്ധിക്കും. 4 വയസ്സിലാണ് നീളം ഇരട്ടിയാണ്, പക്ഷെ 2 വയസ്സാകുമ്പോഴേ ഇവന്റെ പാദത്തിന്, അഡൽട്ട് പാദത്തിന്റെ പകുതി എത്തിക്കഴിഞ്ഞു. അതായത് ഇവന്റെ പാദത്തിന്റെ സ്റ്റെബിലിറ്റി ആദ്യമേ, അവന് നല്ല രീതിയിൽ നിൽക്കാനും നടക്കാനുള്ള സ്റ്റെബിലിറ്റി ആദ്യമേ എത്തിയതിനു ശേഷമാണ് ശരീരം പോലും. അങ്ങനെയാണ് ശരീരത്തിന്റെ ഒരു ഘടന. ഓക്കെ, അപ്പൊ ഈ നീള കൂടുതലും ഉണ്ട്, നീള കുറവും ഉണ്ട് കുട്ടികൾക്ക്. നീള കൂടുതൽ വളരെ സാധാരണ ഫെമിലിയിലാണ് ഇത് പലതും. അച്ഛൻ്റെ അമ്മയുടെ നീളം മക്കളുടെ നീളത്തിനെ വളരെയധികം സ്വാധീനിക്കും. അതല്ലാതെ മാർഫൻ സിൻഡ്രോം പോലുള്ള ചില കേസുകളിൽ കുട്ടികൾക്ക് വളരെ ഈ പറഞ്ഞ സ്ലിം ആയിട്ടും കൈകൾക്ക് വളരെ ആം സ്പാൻ എന്നാ പറയുക, ആം സ്പാൻ ഭയങ്കര കൂടുതലായിട്ടും വിരലുകൾ ഭയങ്കര നീളമായിട്ടും ഒക്കെ കാണാറുണ്ട്. അതൊരു ഫെമിലിയലായി മീൻസ് സിൻഡ്രോമിക് അസോസിയേഷൻ ഉള്ളതാണ്. അതിന് ചികിത്സ ഇപ്പം നമ്മൾ നീളം കുറയ്ക്കാൻ വേണ്ടിയിട്ടൊന്നും ചികിത്സ, പക്ഷെ അതുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള ഹാർട്ടിന്റെ അതൊക്കെ വരാറുണ്ട്. അതിനെയാണ് നമ്മൾ ചികിത്സിക്കുക. നീളക്കുറവിനും സാധാരണഗതിയിൽ നമ്മൾ ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഉള്ളിൽ നിൽക്കുന്നതാണെങ്കിൽ നമ്മൾ
ഒന്നും ചെയ്യാറില്ല. പക്ഷെ നീളക്കുറവ് അല്ലാണ്ടുണ്ടെങ്കിൽ നീളം കൂട്ടാനുള്ള സംവിധാനങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിസ്ട്രാക്ഷൻ ഓസ്റ്റിയോജനസിസ് ഒക്കെ കൊണ്ട് നീളം 10 സെന്റിമീറ്റർ വരെയൊക്കെ കൂട്ടാനുള്ള സംവിധാനങ്ങളും ഇപ്പോൾ ഉണ്ട്. ഡോക്ടർ, അതൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ്. കാരണം നീളക്കുറവ് എന്നത് പലപ്പോഴും പലരെയും വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും അതൊരു സൈക്കോളജിക്കലായിട്ട് ഇമോഷണൽ ആയിട്ടുള്ള ചിലപ്പോൾ നമുക്ക് നീളം തീരെ കുറവാണ് എന്നത് ഇപ്പം ആൺകുട്ടികളായാലും പെൺകുട്ടികളും ചിലപ്പോൾ പെൺകുട്ടികളൊക്കെ ഹൈ ഹീൽഡ് ചപ്പലൊക്കെ ഉപയോഗിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കാറുണ്ട്. നീളം കൂട്ടുക, ഇപ്പം ഡോക്ടർ സൂചിപ്പിച്ച പോലെ മോഡേൺ മെഡിസിനിൽ മോഡേൺ ടെക്നോളജിയിൽ അത് ഏത് രീതിയിലാണ് ഡോക്ടർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തത്? പ്രേക്ഷകർക്ക് ചിലപ്പോൾ ഈ ചോദ്യവും ഈ ഉത്തരവും ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്യുന്നത്. നീളം കൂട്ടുക എന്ന് പറഞ്ഞാൽ ഒന്ന് നീളക്കുറവിന്റെ അപകർഷതാബോധം ഉണ്ടാവേണ്ട ആവശ്യമില്ല, അത് ഞാൻ ആദ്യമേ പറയാം. രണ്ടാമത് നീളം കൂട്ടുക എന്ന് പറഞ്ഞത് അങ്ങനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ട ഒരു വിഷയമല്ല. കാരണം ഇതിപ്പം നീളം കൂട്ടുക എന്ന് പറഞ്ഞൊരു വലിയൊരു പ്രൊസീജിയറാണ്. അപ്പൊ അതിൻ്റെതായ പിന്നെ നല്ലതും ദോഷവുമായിട്ടുള്ള വശങ്ങളുണ്ടാവും. കാരണം നീളം കൂടുക എന്ന് വെച്ചാൽ അത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ല. എല്ല് മാത്രം കൂട്ടിയാൽ പോരാ, ഞരമ്പുകളും ഒക്കെ നീളം കൂടണം. അപ്പൊ അത് അങ്ങനെ പ്രൊമോട്ട് ചെയ്യേണ്ട ഒരു വിഷയമല്ല. അത് മാത്രമല്ല, നീളക്കുറവ് ഈ പറഞ്ഞ പല ഈ അക്കാൻഡ്രോപ്ലേസിയ എന്ന് പറയുന്ന അതുപോലുള്ള മ്യൂക്കോപോളിസാക്കറോയിഡോസിസ് എന്നൊക്കെ പറയുന്ന നീളം അവർ ജന്മന നീളക്കുറവുണ്ടാവും. അതൊക്കെ അവരുടെ എല്ലിന്റെ വളർച്ചയുടെ പല കൊളാജനും അതും ഇതും കാര്യങ്ങളിലൊക്കെ വ്യത്യാസം വരാൻ ജനറ്റിക് ഡോക്ടർ 10 സെന്റിമീറ്റർ വരെ നീളം കൂട്ടാൻ വേറെ ഒരു അസോസിയേഷനും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ അതുവരെ അപ്പം ചിലപ്പോൾ അത് ഈ 10 സെന്റിമീറ്റർ ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ അപകടങ്ങളിൽ പലപ്പോഴും എല്ല് പിന്നെ ഒടിഞ്ഞിട്ട് എല്ലും വന്നിട്ട് എല്ല് നഷ്ടപ്പെട്ടു പോലും പോകാറുണ്ട്. നമുക്ക് എല്ല് കയ്യിൽ പിന്നെ എല്ല് കിട്ടിയാൽ മാത്രമല്ല അതിനെ ഉറപ്പിച്ച് ഫിക്സ് ചെയ്ത് ചിലപ്പം അപകടത്തിൽ എല്ല് പൊടിഞ്ഞ് നഷ്ടപ്പെട്ടു പോകാറുണ്ട്. അങ്ങനെ ഒരു കാലിൽ നീളം കുറയുന്ന കേസുണ്ട്. അങ്ങനെയുള്ള കേസുകളാണ് നമ്മൾ കൂടുതലും ഈ നീളക്കൂട്ടൽ എന്ന് പറയുന്ന സംവിധാനങ്ങൾ കൂടുതലും ഉപയോഗിക്കാറുള്ളത്. കാരണം അപകടങ്ങളിൽ പറ്റി ഒരു കാല് നീളം കുറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ആദ്യം നമ്മൾ അതിൻ്റെ മുറിവെല്ലാം ഉണങ്ങിയതിന് ശേഷം എല്ല് നീളം കൂട്ടുന്ന ഡിസ്ട്രാക്ഷൻ ഓസ്റ്റിയോജനസിസ് ചെയ്യാറുണ്ട്. അതിനെയാണ് നമ്മൾ കൂടുതൽ നീളക്കൂടുതലിന് വേണ്ടിയിട്ട് പ്രൊമോട്ട് ചെയ്യാറുള്ളത്. നീളക്കൂടുതൽ ഈ പറഞ്ഞ പോലെ ഹൈറ്റ് കൂട്ടാനുള്ള സംവിധാനങ്ങളുണ്ട്, അത് ചെയ്യാനും പറ്റും. ഡോക്ടർ, നമ്മളിപ്പം കുട്ടികളൊക്കെ സാധാരണ പിന്നെ ഫുട്ബോളൊക്കെ കളിച്ച് കഴിഞ്ഞ് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ സാധാരണ തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവർ അമ്മമാരോടോ അല്ലെങ്കിൽ അച്ഛന്മാരോടൊക്കെ പറയാം അതായത് കാൽപാദം വേദന നോർമലായിട്ട് ഇങ്ങനെ പറയാറുണ്ട്. അങ്ങനെ ഒരു സിറ്റുവേഷൻ എന്തുകൊണ്ടാണ് വരുന്നത്? കുട്ടികൾ സാധാരണ നോർമലായിട്ട് വളരെ കോമൺ ആയിട്ട് കാണുന്നതാണ് ഈ പറഞ്ഞ കളിച്ചു കഴിഞ്ഞ് രാത്രി വന്നിട്ട് കാലുവേദന പറയുക, കാല് തടവി കുത്തണം എന്ന് പറയാം. കുട്ടികളിൽ ഗ്രോയിങ് പെയിൻസ് എന്ന് പറഞ്ഞിട്ട് സാധാരണഗതിയിൽ കുറച്ച് ചെറിയൊരു വേദന ഉണ്ടാവാറുണ്ട്. അത് നോർമലാണ്. കുറച്ച് ഓടി കളിച്ചു കഴിഞ്ഞാൽ കുറച്ച് എക്സർഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഗ്രോയിങ് പെയിൻസ് ഉണ്ടാവാറുണ്ട്. അതിൻ്റെ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് അതിൻ്റെ എന്തെങ്കിലും ആരോഗ്യപരമായ ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് മാത്രം അതിൽ നിന്ന് കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ ഈ പറഞ്ഞ ഗ്രോയിങ് പെയിൻസ് നോർമൽ തന്നെയാണ്. വൈറ്റമിൻ ഡെഫിഷ്യൻസിയോ കാൽഷ്യം ഡെഫിഷ്യൻസിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ പിന്നെ അങ്ങനെയുള്ളത് കണ്ടുപിടിക്കുക. പിന്നെ എന്തെങ്കിലും അതുമായി ഈ പെയിൻ മാത്രമല്ലാതെ റെഡ് ഫ്ലാഗ് സൈൻസ് എന്നാണ് പറയുക അതിന് അസോസിയേറ്റഡ് സ്ഥിരമായിട്ട് പനി വരിക, പിന്നെ ശരീരം മെലിയുക, രാത്രി മാത്രം പനി വരിക, അങ്ങനെയുള്ള എന്തെങ്കിലും ആ അസോസിയേഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ പരിശോധനയ്ക്ക് വിധേയമാക്കണം. പിന്നെ രക്തപരിശോധനകളും കാലിനാണ് വേദന എന്നുണ്ടെങ്കിൽ അതിൻ്റെ എക്സ്റേ വേണ്ടി വന്നാൽ MRI എടുത്ത് നോക്കിയിട്ട് അതിൻ്റെ ബാക്കി പരിശോധനകൾ ചെയ്തിട്ട് സാധാരണഗതിയിൽ വളരെ നോർമലായിട്ട് ഇത് ഗ്രോയിങ് പെയിൻസ് ആണ് സാധാരണഗതിയിൽ ഉണ്ടാവുക. പിന്നെ കാൽഷ്യം വൈറ്റമിൻ ഡെഫിഷ്യൻസി, അതാണ് സാധാരണ ഈ പറഞ്ഞ കളിച്ച് കഴിഞ്ഞിട്ട് വേദന എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് ഫ്ലാറ്റ് ഫീറ്റ് പോലുള്ള ഈ പാദത്തിന്റെ ആർച്ച് ഡെവലപ്പ് ആവാത്ത കുട്ടികൾക്ക് ഈ ഫ്ലാറ്റ് ഫീറ്റ് അല്ലെങ്കിൽ പാദത്തിനുണ്ടാകുന്ന വൈകല്യം എന്നത് ആർച്ച് ഡെവലപ്പ് ആവാതെ ഗ്രോയിങ് സ്റ്റേജ് അതാണോ ഒരു പ്രധാനപ്പെട്ട വൈകല്യങ്ങൾ? ഈ ഫ്ലാറ്റ് ഫീറ്റിന് വൈകല്യം എന്ന് പറയാൻ പോലും ഞാൻ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഫ്ലാറ്റ് ഫീറ്റ് ഒരു വൈകല്യമല്ല. നമ്മുടെ മൂക്കിന്റെ നീളം വ്യത്യാസം അല്ലെങ്കിൽ ചെവിയുടെ വലിപ്പ വ്യത്യാസം അതുപോലെ തന്നെയാണ് ആർച്ചിന്റെ ഗ്രേഡിലുള്ള വ്യത്യാസം. നോർമൽ ആർച്ച് എന്ന് പറയുമ്പോൾ നമ്മളെ ഫ്ലാറ്റ് ഫീറ്റ് എന്ന് പറഞ്ഞാൽ നോർമൽ ആർച്ച് ഡെവലപ്പ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഈ ആർച്ച് നമ്മുടെ ശരീരത്തിന്റെ ഭാരം, നമ്മുടെ മനുഷ്യൻ ബൈപ്പീഡൽ പോസ്ചറാണ്. അപ്പം നമ്മുടെ ശരീരഭാരം നേരെ കാലിലോട്ടാണ് വരുന്നത്. അത് കാലില് മുന്നിലോട്ടും പിന്നിലോട്ടും വിരലുകളുടെ അഗ്രഭാഗത്തും നമ്മുടെ ഉപ്പുറ്റി ഹീലിലേക്കും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോയിട്ട് അവിടുത്തെ എല്ലുകൾക്ക് അധികം സ്ട്രെയിൻ വരാതിരിക്കാനാണ് ഈ ആർച്ച് ഉള്ളത്. ജനിച്ചു കഴിഞ്ഞൊരു കുട്ടി ഈ ആർച്ച് എന്നത് അതൊരു ഇപ്പം ഫോർ എക്സാമ്പിൾ നമുക്കിപ്പം അപ്പോസ്റ്റിന്റെ ലിമിറ്റഡ് ഇപ്പോൾ 180 ഡിഗ്രി നമ്മളൊരു 170 അങ്ങനെ ഒരു അത് വളരെ നല്ലൊരു ചോദ്യമാണ്. ഈ ജനിച്ചു കഴിഞ്ഞ കുട്ടികളുടെ ഫ്ലാറ്റ് ഫീറ്റ് സാധാരണ ജനിക്കുന്ന എല്ലാ കുട്ടികളും ഫ്ലാറ്റ് ഫീറ്റ് ആണ്. ഫ്ലാറ്റ് ഫീറ്റ് ഡെവലപ്പ് ചെയ്ത് വരിക ചെയ്യുന്നത് 6 വയസ്സ് വരെയും ആർച്ച് ഡെവലപ്പ് ചെയ്യും.
സർ അതിന് പെർട്ടിക്കുലർ മെഷർമെന്റ് ഉണ്ടോ? ഫോർ എക്സാമ്പിൾ ഗ്രേഡിങ് നമ്മളുണ്ട്, ഗ്രേഡ് 1, 2, 3, 4 എന്ന് പറഞ്ഞൊരു ഗ്രേഡിംഗ് ഉണ്ട്. അല്ലാതെ ഒരു അതാ ഞാൻ പറഞ്ഞു, ഇതൊരു വൈകല്യം എന്ന് പോലും പറയേണ്ട ആവശ്യമില്ല എന്നുള്ളത്. അത് ഡെവലപ്പ് ചെയ്യും 6 വയസ്സ് വരെ. കുട്ടികൾ സാധാരണ നടന്ന് ഓടി കളിക്കുമ്പോഴാണ് ആർച്ച് ഡെവലപ്പ് ചെയ്യുക. നമ്മളെ നിരപ്പല്ലാത്ത സ്ഥലങ്ങളിൽ കല്ലിലും മണ്ണിലും പൂഴിയിലും മണലിലും ഒക്കെ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയും ചാടിയും നടന്ന് കളിക്കുമ്പോഴാണ് ആർച്ച് ഡെവലപ്പ് ചെയ്യുക. നമ്മുടെ ഒരു സംസ്കാരം അനുസരിച്ച് നമ്മളെ ഫ്ലാറ്റ് ഫുള്ളും വീട്ടിന് മുറ്റമൊക്കെ ടൈലാണ്, ഫ്ലാറ്റിൽ താമസിക്കുന്നവരാണ്. അങ്ങനെയൊക്കെ ആകുമ്പോൾ അധികവും നിരപ്പല്ലാത്ത സ്ഥലങ്ങൾ കുറവാണ്, നിരപ്പിലാണ് നടക്കുന്നത്. പിന്നെ കുട്ടികൾക്ക് എപ്പോഴും ചെരുപ്പിട്ട് കൊടുക്കുന്ന ശീലവും നമുക്കുണ്ട്. ഫുൾ ടൈം കുഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഈ ചെരുപ്പിട്ട് കൊടുക്കും. അപ്പൊ ഇതെല്ലാം നമ്മുടെ ആർച്ചിന്റെ നോർമൽ ഡെവലപ്പിനെ മന്ദീഭവിക്കുക ചെയ്യുന്നത്. ആർച്ച് ഡെവലപ്മെന്റ് കുറയുക ചെയ്യുക. 6 വയസ്സ് വരെയും കുട്ടികൾ നിരപ്പില്ലാത്ത സ്ഥലങ്ങൾ ഓടിക്കളിച്ച് ആർച്ച് ഡെവലപ്പ് ചെയ്യുന്നത് കുറച്ച് കുറയും. അങ്ങനെയാണ് ഫ്ലാറ്റ് ഫീറ്റ് ഇപ്പം കൂടുതലായിട്ടും നമ്മൾ കാണുന്നത്. അപ്പം അത് ഈ ഒരു വൈകല്യമാക്കി കണക്കാക്കേണ്ട. പക്ഷേ ഇതിൽ തന്നെ അതാണ് ഞാൻ പറഞ്ഞത്, കുട്ടികളുടെ ഇതെന്ന് പറയുന്നത് ഒരു ഡബിൾ എഡ്ജ് സ്വാഡാണ്. എന്ന് പറഞ്ഞാൽ പലതും ഡെവലപ്മെന്റ് കൊണ്ട് നല്ല ശരിയായി വരും. പക്ഷെ ചിലത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് ചികിത്സിച്ചില്ലെങ്കിൽ ഒരു വൈകല്യമായി മാറ്റാൻ പറ്റാത്ത വൈകല്യമായി ആയിപ്പോകാവുന്നതുകൊണ്ട്. അതാണ് അവിടെയാണ് ഒരു പീഡിയാട്രിക് ഓർത്തോപീഡീഷ്യന്റെ റോള് ശരിക്കും വരുന്നത്. ഇത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണോ അല്ലെ നമുക്ക് നോർമലി റീഅഷുറൻസ് കൊണ്ട് ശരിയാവുമോ ഇല്ല. അപ്പൊ ഈ ഫ്ലാറ്റ് ഫീറ്റ് ഈ പറഞ്ഞ സംഭവം സാധാരണഗതിയിൽ 6 വയസ്സ് വരെയും ഡെവലപ്പ് ചെയ്യും. അതിനിടയ്ക്ക് നമ്മൾ അതിന് വേണ്ടി സപ്പോർട്ടീവായിട്ടുള്ള സംവിധാനങ്ങൾ ചെയ്തു കൊടുത്താൽ മതി. പക്ഷെ ചില കേസുകളിൽ എല്ലുകൾ തമ്മിൽ കൂട്ടി യോജിച്ചിരിക്കുന്ന ടാർസൽ കോയിലേഷൻ എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ എല്ലുകളുടെ ഷേപ്പിലും അലൈൻമെന്റിലും വ്യത്യാസം വരുന്ന കൺജനൈറ്റൽ വെർട്ടിക്കൽ ടാലസോ അല്ലെങ്കിൽ ആക്സസറി നാവിക്കുലർ ഇങ്ങനെയുള്ള കേസുകളിൽ ഇത് ഫ്ലാറ്റ് ഫീറ്റഡായിട്ട് തന്നെ ഇരിക്കും, ആർച്ച് ഡെവലപ്പ് ചെയ്യില്ല. അപ്പൊ അങ്ങനെയുള്ളതിനെ നമ്മൾ ഫുട് വെയർ കൊണ്ടോ അല്ലെങ്കിൽ സർജറി കൊണ്ടോ ചികിത്സിച്ച് ശരിയാക്കേണ്ടി വരും. ഡോക്ടർ, ഇപ്പം കുട്ടികളുടെ പാദത്തിനുണ്ടാകുന്ന ആ വൈകല്യങ്ങളെ കുറിച്ച് ഫ്ലാറ്റ് ഫുട്ടിനെ കുറിച്ച് സാർ പറയുകയുണ്ടായി. അപ്പം പാദരക്ഷ ഉപയോഗിക്കുന്ന പാദരക്ഷയെ ഒരു കാര്യം അവിടെ പരാമർശിക്കുകയുണ്ടായി. കുട്ടികൾ ഉപയോഗിക്കേണ്ട പാദരക്ഷകൾ, പ്രത്യേകം ഞാൻ കുട്ടികളിൽ നിന്ന് സ്ട്രെസ് ചെയ്ത് പറയുന്ന എല്ലുകളൊക്കെ ഫ്ലെക്സിബിളായ ഒരു സ്റ്റേജ് ആയിരിക്കുമല്ലോ അത്. അപ്പോൾ കുട്ടികൾ പാദരക്ഷ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താക്കും? വളരെ പ്രോമിനൻ്റ് ആയിട്ട് ശ്രദ്ധിക്കണം. നോർമലി കുട്ടികൾക്ക് പാദരക്ഷകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അവരുടെ സൈസ് കറക്റ്റായിട്ടും അവരുടെ കാലുകൾക്ക് ഫ്ലെക്സിബിലിറ്റി കൊടുക്കുന്ന രീതിയിലുള്ള ചെരുപ്പുകൾ പാദരക്ഷകൾ ഉപയോഗിക്കുന്നതല്ലാതെ ഹാർഡ് സോളുള്ള ഹാർഡായിട്ടുള്ള സോള് എപ്പോഴും ഒഴിവാക്കണം. നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ളത് ഉപയോഗിക്കുന്നത് നല്ലത്. പിന്നെ എന്തെങ്കിലും അസോസിയേറ്റ് നമ്മൾ ഫുട് വെയർ ഓർത്തോട്ടിക്സിന് അതിനനുസരിച്ചുള്ള പാദരക്ഷകൾ നമ്മൾ പ്രത്യേകിച്ച് ഡിസൈൻ ചെയ്ത് അളവെടുത്ത് ഉണ്ടാക്കി കൊടുക്കും. അത് എന്തെങ്കിലും വൈകല്യങ്ങളോ വ്യതിയാനങ്ങളോ ഉണ്ടെങ്കിൽ മാത്രം. നോർമലി കുട്ടികൾക്ക് നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഫിറ്റ് ആയിട്ടുള്ള പാദരക്ഷകൾ ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ. ഡോക്ടർ, നമ്മളിപ്പം കുട്ടി കയ്യിലും കാലിനൊക്കെ ഉണ്ടാകുന്ന വൈകല്യങ്ങൾ അത് എങ്ങനെ പരിഹരിക്കാം, ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ് എന്താണെന്നും അതെങ്ങനെ നേരത്തെ കണ്ടെത്താം എന്നൊക്കെ നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്തു. കുട്ടികളിപ്പം കാലിനുണ്ടാകുന്ന കയ്യിലും വേദനകളൊക്കെ പറഞ്ഞു, പാദത്തിനുണ്ടാകുന്ന പെട്ടെന്നുണ്ടാകുന്ന വേദനകളെ കുറിച്ച് കുറച്ചു. നടുവേദന എന്നത് നമ്മൾ സാധാരണ മുതിർന്ന ആളുകൾക്ക് കേൾക്കുന്ന ഒരു കാര്യമാണ് നടുവേദന. കുട്ടികളിൽ ഇത് എത്രത്തോളം വരുന്നുണ്ട്? കുട്ടികളിൽ നടുവേദന അത്ര കോമൺ അല്ല. കുട്ടികളുടെ നടുവേദന നടുവേദന എന്ന് തന്നെ പറയുകയാണെങ്കിൽ അത് ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ്. അത് നമ്മൾ ശരിക്കും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് നോക്കണം. കാരണം വലിയവർ വരുന്നത് പോലുള്ള നടുവേദന കുട്ടികളിൽ കാണാറില്ല. ആദ്യമേ പറഞ്ഞ പോലെ കാൽഷ്യം വൈറ്റമിൻ ഡെഫിഷ്യൻസി കൊണ്ടാണെങ്കിൽ അത് വേദന വരാറുണ്ട്. അല്ലാതെ പലപ്പോഴും കുട്ടികളിൽ വരുന്ന നടുവേദന എന്തെങ്കിലും ഒരു അസോസിയേഷൻ, ഒന്നുകിൽ എന്തെങ്കിലും സ്ട്രക്ചറൽ ഡീഫോമിറ്റി, അതായത് കൈഫോസിസോ സ്കോളിയോസിസോ പോലുള്ള നട്ടലിന് വളവ് വരുന്ന എന്തെങ്കിലും അസുഖമായി അനുബന്ധമായിട്ടായിരിക്കാം. അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെറ്റബോളിക് കണ്ടീഷൻസ്, ഇപ്പം കാൽഷ്യം വൈറ്റമിൻ ഡെഫിഷ്യൻസി, റിക്കറ്റ്സ് അതുപോലുള്ള മെറ്റബോളിക് കണ്ടീഷൻസിൽ വരുന്ന അതായിരിക്കാം. അതും അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസോ മറ്റോ കൊണ്ടുവരുന്നതുമാണ്. വളരെ വിരളമായിട്ടാണെങ്കിലും TB പോലുള്ള അസുഖങ്ങളിൽ കുട്ടികൾ കാണാറുണ്ട്. അതിൻ്റെ പ്രാരംഭഘട്ടത്തിൽ ചിലപ്പം കുട്ടികൾ സ്ഥിരമായി വേദന മാത്രമായിരിക്കും പറയുക. അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കാതെ തള്ളിക്കളഞ്ഞാൽ ചിലപ്പോൾ അത് ബുദ്ധിമുട്ട് വരും. അപ്പം നടുവേദന ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. ഞാൻ ഈ പറഞ്ഞ ഡീഫോമിറ്റീസ് അഥവാ നട്ടലിൻ്റെ വളവ് അധികവും ഈ കുട്ടികൾക്ക് ഗ്രോത്ത് സ്പേർട്ട് വരുന്നൊരു സംഭവമുണ്ട്. അഡോളസൻ ടൈം, അതായത് കുട്ടികൾ പെട്ടെന്ന് പൊക്കവും ഒക്കെ വെക്കുന്ന എല്ലുകളുടെ വളർച്ച റാപ്പിഡ് ഫേസിൽ വരുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് ഈ വളവുകൾ വല്ലാണ്ട് കൂടും. ചെറിയ വളവ് ഉണ്ടായിരുന്നത് കുട്ടികൾ പെട്ടെന്ന് റാപ്പിഡ് ഗ്രോത്ത് ഫേസിൽ വരുമ്പോൾ അത് കൂടും. അപ്പോൾ ആ സമയത്ത് അതിന് മുമ്പ് നമ്മളത് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഫേസിൽ വെച്ച് തന്നെ അതിനെ അറസ്റ്റ് ചെയ്യാൻ, അതിന് ബെൽറ്റുകളോ അല്ലെങ്കിൽ ചിലപ്പോൾ ചില കേസുകളിൽ സർജറിയും വേണ്ടി വരാറുണ്ട്. അപ്പോൾ അത് നമുക്ക്
ഒരുപക്ഷെ ഡോക്ടറിന് എത്തുന്നതിന് മുമ്പ് തന്നെ വീട്ടിൽ വെച്ച് തന്നെ അച്ഛനമ്മമാർക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് കുട്ടി നടുവേദന പറയുന്നുണ്ടെങ്കിൽ അവരെ പിന്നെ ഷർട്ട് ഊരിയിട്ട് നിർത്തിയിട്ട് പുറകിൽ നിന്ന് നോക്കുക, അവരുടെ നട്ടലിന്റെ അലൈൻമെന്റ് കറക്റ്റ് ആണോ, വളവ് പോലെ തോന്നുന്നുണ്ടോ, അവിടെ എന്തെങ്കിലും മുഴ പോലെ തോന്നുന്നുണ്ടോ, നിറവ്യത്യാസം തോന്നുന്നുണ്ടോ എന്നൊക്കെ നോക്കുക. വളവുണ്ടെങ്കിൽ ചിലപ്പോൾ വളവായിട്ട് തന്നെ കാണില്ല, പക്ഷെ തോൾപ്പലകയുടെ ഒരു ഭാഗം മാത്രം കുറച്ച് തള്ളി നിൽക്കുന്നതോ ഒരു ഭാഗം മാത്രം കുറച്ച് ഉയർന്നോ താഴ്ന്നോ നിൽക്കുന്നത് കാണാൻ പറ്റും, നമുക്ക് ഈസി ആയിട്ട് കാണാം. അല്ലെങ്കിൽ തോളിന്റെ ലെവൽ നോക്കുക, അതൊന്നിലും പൊങ്ങിയോ താഴ്ന്നോ നിൽക്കുന്നുണ്ടാവും. മുമ്പിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പെൺകുട്ടികൾ നോക്കിക്കഴിഞ്ഞാൽ ബ്രസ്റ്റിന്റെ ഭാഗത്ത് ഒരു ഭാഗത്ത് മാത്രം കുറച്ച് തള്ളല് അങ്ങനെ കാണാൻ പറ്റും. ഇതൊക്കെ നമുക്ക് ഈ ഇടുപ്പെല്ലിന്റെ ലെവല് ഇതൊക്കെ നമുക്ക് വ്യക്തമായി കാണാൻ പറ്റുന്നു. അപ്പൊ അത് നോക്കിയാൽ തന്നെ മനസ്സിലാവും എന്റെ മോക്ക് എന്തെങ്കിലും വരുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത്. അപ്പൊ അതിനനുസരിച്ച് ഡോക്ടറെ കണ്ടാൽ മതി. അപ്പൊ ഇതൊരു ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യമാണ്. പിന്നെ നടുവേദനയുടെ കൂടെ എല്ലാ ദിവസവും രാത്രി പനി വരുന്നു, ശരീരം ക്ഷീണിക്കുന്നു, വെയിറ്റ് കുറയുന്നു, അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് സസ്പെക്ട് ചെയ്യണം അതിന് വേണ്ടിയിട്ടുള്ളത്. അല്ലാതെ സാധാരണ നടുവേദന ചിലപ്പോൾ ഇപ്പൊ എല്ലാവരുടെയും പരാതി കുട്ടികൾ മൊബൈൽ അധികം ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ മൊബൈൽ ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് കുറെ നേരം ചരിഞ്ഞോ മടങ്ങിയോ ഇരിക്കുകയോ കിടക്കുകയോ ഒക്കെ ചെയ്യും. പോസ്റ്ററൽ ബാക്ക് ഏക്ക് എന്ന് പറയുന്നത് വളരെ കോമൺ ആണ്. അഡോളസെന്റ് ആയിട്ടുള്ള പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഈ പോസ്റ്ററൽ ബാക്ക് ഏക്ക് വളരെ കോമൺ ആയിട്ട് കാണുന്നുണ്ട്. അത് ഈ പോസ്റ്ററൽ പ്രശ്നം കൊണ്ടാണ്. അത് പിന്നെ അവരുടെ ആക്ടിവിറ്റി മോഡിഫിക്കേഷൻ വഴിയും കുറച്ച് ഫിസിയോതെറാപ്പിയും കൊണ്ടൊക്കെ അതും നമുക്ക് ശരിയാക്കാൻ പറ്റും. ഓക്കെ, സി ഡോക്ടർ, നമുക്ക് സാധാരണ എല്ലിനുണ്ടാകുന്ന വളവ്, എല്ലിന്റെ വളർച്ചാക്കുറവ്, ഇതിൽ ശസ്ത്രക്രിയയുടെ പ്രാധാന്യം എത്രത്തോളമാണ്? ശസ്ത്രക്രിയയുടെ പ്രാധാന്യം ഇപ്പൊ നമ്മുടെ സയൻസ് വല്ലാണ്ട് പിന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞു. പുതിയ ടെക്നോളജീസ് ഒരുപാട് വന്നു കഴിഞ്ഞു. പഴയ പിന്നെ സർജറി എന്നൊക്കെ മാറി ഇപ്പം നമുക്ക് പുതിയ ഇംപ്ലാന്റ്സ് ഉണ്ട്, പുതിയ ശസ്ത്രക്രിയ ഉപകരണങ്ങളും, ഇപ്പൊ റോബോട്ട് വരെ നമ്മളെല്ലാ ശസ്ത്രക്രിയകളും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശസ്ത്രക്രിയക്ക് വളരെ പ്രാധാന്യമുണ്ട്. പണ്ട് നമ്മൾ കൺസർവേറ്റീവ് ആയിട്ട് ട്രീറ്റ് ചെയ്ത പലതും, ഫോർ എക്സാമ്പിൾ ഇപ്പം ജന്മന വരുന്ന സെർബ്രൽ പാൾസി പോലുള്ള അസുഖങ്ങൾക്ക് ഒരു സെർബ്രൽ പാൾസി എന്ന് പറയുന്ന ഒരു ലിവർ ആം ഡിസീസ് എന്നാണ് പറയാം. അപ്പോൾ അതിന് നമുക്ക് പണ്ട് ചികിത്സ കൊടുക്കുന്നതിന് ഒരു പരിധി ഉണ്ടായിരുന്നു. ഫിസിയോതെറാപ്പി ചെയ്യുക, കുട്ടികളിങ്ങനെ പിന്നെ അവരെ നടക്കാൻ പറ്റാണ്ട അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കുറേ നാൾ കഴിയുമ്പോൾ ഫിസിയോതെറാപ്പിക്ക് എഫക്റ്റ് ഇല്ലാതെ വരികയാണ്. പക്ഷെ ഇപ്പോൾ പലപ്പോഴും നമുക്ക് സർജറി ചെയ്ത് കഴിഞ്ഞാൽ, പല ശസ്ത്രക്രിയകളും ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടികളെ ഇരുത്താനും നിർത്താനും നടത്താനും വരെ നല്ല രീതിയിൽ പറ്റുന്ന ശസ്ത്രക്രിയകളുണ്ട്. 1. 2, ഇപ്പോൾ പറഞ്ഞ പോലെ എല്ല് വളർച്ച കൂടുകയോ കുറയോ വളവുകൾ വരുന്നതിനെല്ലാം നൂതനമായ ശസ്ത്രക്രിയ, ഗ്രോത്ത് മോഡുലേഷൻ പോലെയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില കേസുണ്ട്, ഈ എല്ലുകൾ പൊട്ടിക്കൊണ്ടേയിരിക്കുന്ന ഓസ്റ്റിയോജനസിസ് ഇംപെർഫെക്റ്റാ എന്ന് പറഞ്ഞിട്ടുള്ള അസുഖമുണ്ട്, ജന്മനാ തന്നെ. അതൊരു ജനറ്റിക് ഡിസീസാണ്. അപ്പോൾ എല്ലുകൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് അവർക്ക് ഒന്ന് എഴിച്ച് നിൽക്കാൻ പോലും പറ്റില്ല. ഒന്ന് ചെറുതായിട്ടൊന്ന് അനങ്ങിയാലോ അല്ലെങ്കിൽ ഓടാൻ ശ്രമിച്ചാലോ എല്ല് പൊട്ടും. അവര് ജീവിതം അപ്പം ഒരു പിന്നെ ബെഡിൽ കിടക്കുന്ന ഒരു അവസ്ഥയിൽ തന്നെ വേണ്ടി വരാം. അപ്പം അതിന് മരുന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ എന്നാലും എല്ലുകൾ ഇങ്ങനെ പൊട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള കുട്ടികൾക്ക് ഈ എല്ലിന്റെ ഉള്ളിൽ ഇടുന്ന ടെലിസ്കോപ്പിക് റോഡ്സ്, കമ്പികൾ പോലെ സാധനമുണ്ട്. അത് എല്ലിന് പ്രൊട്ടക്ഷൻ കൊടുക്കും ഒരു പരിധി വരെ. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ഫ്രീക്വന്റ് ആയിട്ട് പൊട്ടുന്ന വെച്ചാൽ അവർക്ക് നിൽക്കാനും നടക്കാനും കുറച്ച് കോൺഫിഡൻസ് കൊണ്ടുകൂടി 2 വഴി നടക്കാനും ഒക്കെ കഴിയും. അങ്ങനെയുള്ള പുതിയ ശസ്ത്രക്രിയ ഉപകരണങ്ങളും ശസ്ത്രക്രിയ ഇതും ഉള്ളത് കൊണ്ട് ഇപ്പോൾ ശസ്ത്രക്രിയക്ക് എന്തായിരുന്നാലും പീഡിയാട്രിക് ഓർത്തോപെഡിക്സിൽ നല്ലൊരു റോള് തന്നെ ഇപ്പം വയ്ക്കാനും. ഓക്കെ സാർ, ഇപ്പം സെർബ്രൽ പാൾസി എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് പറഞ്ഞാൽ അതിൻ്റെ ലക്ഷണങ്ങൾ എന്താണ്? സെർബ്രൽ പാൾസി എന്ന് പറയുന്നത് പിന്നെ കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് തലച്ചോറിലേക്കുള്ള രക്തഓട്ടത്തിന് കുറവ് വരിക, അതുവഴി ഓക്സിജൻ സപ്ലൈ കുറവ് വരിക, അതുകൊണ്ടുണ്ടാകുന്ന ഒരു തലച്ചോറിനുണ്ടാകുന്ന ക്ഷതം ഭാവിയിൽ പിന്നെ നമ്മുടെ മസിലിൻ്റെയും ഞരമ്പിൻ്റെയും വളർച്ചയെ ബാധിക്കുന്നതാണ് സെർബ്രൽ പാൾസി. അതായത് തലച്ചോറിനാണ് ക്ഷതം ഉണ്ടായിരുന്നത്, പക്ഷെ ആ തലച്ചോറിൻ്റെ ക്ഷതം അവിടെ തന്നെ നിൽക്കും, അത് പിന്നെ പ്രോഗ്രസ് ചെയ്യില്ല. പക്ഷെ അത് സപ്ലൈ ചെയ്യുന്ന ഭാഗത്തുള്ള മസിലുകളും ഇതുമൊക്കെ വളരാതിരിക്കുക. എല്ല് വളരും, എല്ല് നീളം വയ്ക്കും, അതിന് ആനുപാതികമായി മസിൽ വളരാതിരിക്കുക. അപ്പം സ്വാഭാവികമായിട്ടും കൺട്രാക്ചർ അഥവാ ടൈറ്റ് ആവും, ജോയിന്റുകൾ വളയാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ പിന്നെ അതിന് ഗ്രേഡിംഗ് ഉണ്ട്. ചില കുട്ടികൾക്ക് നിൽക്കാൻ പറ്റും, നടക്കാൻ പറ്റില്ല, ചില കുട്ടികൾ ഇരിക്കാൻ പറ്റും, ചില കുട്ടികൾ കിടക്കാൻ, അങ്ങനെയുള്ള. അപ്പോൾ സെർബ്രൽ പാൾസി എന്ന് പറയുന്ന ആ ഒരു സ്പെക്ട്രത്തിനെയാണ് നമ്മൾ ഈ പറഞ്ഞ സെർബ്രൽ പാൾസിയിൽ ഉൾക്കൊള്ളിക്കുന്നത്. അതിനിപ്പം പുതിയ ചികിത്സകളുണ്ട്, ശസ്ത്രക്രിയാ ചികിത്സകളുണ്ട്. മുട്ട് വളഞ്ഞു പോയിട്ട് നിൽക്കാൻ പറ്റാത്തതിന് മുട്ട് നേരെയാക്കുന്നത്, പാദം നേരെയാക്കുന്ന ഓപ്പറേഷൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. നമ്മൾ അതെല്ലാം ആ തലച്ചോറിൻ്റെയോ ഞരമ്പിൻ്റെയോ അതിനെ അല്ല നമ്മൾ അഡ്രസ്സ് ചെയ്യുക, അതുകൊണ്ടുണ്ടായ മസ്കുലോസ്കെലിറ്റൽ ആ ഒരു ഡിഫോമിറ്റീസിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യും. എന്നിട്ട് അതിന് കൂടെ പിന്നെ ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്തിട്ട് നല്ല റിസൾട്ടുകൾ നമുക്ക് എടുക്കാൻ പറ്റും. മെഡിട്രാക്കിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഈ എപ്പിസോഡിൽ കാസർഗോഡ് വിഷൻ്റെ പ്രേക്ഷകരോട്
കണ്ണൂർ ആസ്റ്റർ മിംസിലെ ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ മുഹമ്മദ് ഹർഷാദാണ് സംസാരിച്ചത്. സാധാരണ കുട്ടികളിൽ കാണുന്ന എല്ല് സംബന്ധമായ രോഗങ്ങൾ, ആ രോഗങ്ങൾ എങ്ങനെ നേരത്തെ കണ്ട് തിരിച്ചറിയാം, അതിനുള്ള നൂതനമായ ചികിത്സാ രീതി, ഈ വിഷയമാണ് ഇന്ന് മീഡിയ ട്രാക്കിൽ ചർച്ച ചെയ്തത്. ഈ വിഷയത്തിൽ കാസർഗോഡ് വിഷൻ്റെ പ്രേക്ഷകരോട് സംസാരിച്ച ഡോക്ടർ മുഹമ്മദ് ഹർഷാന് കാസർഗോഡ് വിഷൻ്റെ നന്ദി അറിയിക്കുന്നു. ഒപ്പം എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഡോക്ടർ. താങ്ക് യു. നന്ദി, നമസ്കാരം.